സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കണ്ണൂർ ജില്ലയിലെ കാഴ്ചകളാണ്. കണ്ണൂരിൽ നമ്മൾ ഇതുവരെ കണ്ട പോലെയല്ല ഇനി അങ്ങോട്ടുള്ള കാഴ്ചകൾ കേട്ടോ. ഈ ഒരു ഭാഗത്ത്, അതായത് കാസർഗോഡ് ജില്ല കഴിഞ്ഞു കണ്ണൂരിന്റെ ആ ഒരു അതിർത്തി ഉണ്ടല്ലോ, കണ്ണൂരിൽ തുടങ്ങുന്നത് തളിപ്പറമ്പ് ബൈപ്പാസ് എത്തുന്നത് വരെ നമ്മുടെ ആ പരിയാരം ഭാഗത്തൊക്കെ നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ്. കുപ്പം പാലം കഴിഞ്ഞതിന് ശേഷമുള്ള വലിയ കുന്നുണ്ടല്ലോ, ആ കുന്ന് ഒഴിവാക്കിയിട്ട് ഒരു റിയലൈൻമെന്റ് ആണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഈ ഒരു പ്രദേശത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഉറപ്പില്ലാത്ത ചോടി മണ്ണ്, ഈ ചോടി മണ്ണൊക്കെ മഴവെള്ളത്തിന്റെ കൂടെ ഈ കാണുന്ന വീടുകളിലേക്ക് മൊത്തം ഇങ്ങോട്ട് ഒലിച്ചിറങ്ങിയിട്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഒരുപാട് സമരങ്ങളും ഈ മേഘയുടെ ഓഫീസൊക്കെ തച്ച് തകർത്തതൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, റിയലായിട്ട് കണ്ടിട്ടുണ്ടാകും. ആ ഒരു പ്രശ്നം നടന്ന പ്രദേശമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കോൺക്രീറ്റ് വാളിൻ്റെ പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല. വാഹനം ഡൈവേർട്ട് ചെയ്ത് വിടുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ തീരെ ഉറപ്പില്ലാത്ത സാധാ ഒരു മണ്ണ്. നമ്മളെ മലപ്പുറം ജില്ലയിലൊക്കെ ഇതേപോലത്തെ ഇതേപോലെ സ്ഥലം എല്ലാ സ്ഥലത്തും അല്ല കേട്ടോ. ചില സ്ഥലത്തൊക്കെ ദേശീയപാത കടന്നു പോകുന്ന ഭാഗത്ത് 2 മീറ്ററിൽ 1 മീറ്ററൊക്കെ താഴ്ചയിൽ മണ്ണെടുത്തുകാന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ പാറയാണ്. പാറ കഴിഞ്ഞ് പിന്നെ ചൗടി വരെ സാധനം പോയിട്ടുണ്ട് കോട്ടക്കൽ ഭാഗത്തൊക്കെ. പക്ഷെ അവിടെ ഉറപ്പുള്ള മണ്ണാണ്. പക്ഷെ അവിടെ അങ്ങനെയല്ല. ഈ ഉറപ്പില്ലാത്ത മണ്ണ് ആ ഒരു വീടുകളിലേക്ക് അടിച്ച് കയറി ആ വെള്ളത്തിൻ്റെ കൂടെ നമ്മളെ ബെഡ്റൂമിലും ഡൈനിങ് ഹാളിലും കിച്ചണിലൊക്കെ ഈ ചളിവെള്ളം ഇതേപോലെ ചളി ഇങ്ങനെ വന്ന് കിടക്കുമ്പോൾ ആർക്കെങ്കിലും ഇതിൻ്റെ ഒരു വിഷമമുണ്ടാകും. ഏതായാലും വാളിൻ്റെ പണി ഇവിടെ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല. കട്ട് ചെയ്ത് മണ്ണെടുക്കുന്നുണ്ട്. ഇവിടെ സോയിൽ നെയിലിംഗ് ഏതായാലും പോസിബിൾ അല്ല. തീരെ ഉറപ്പില്ലാത്ത സാധനമാണ്. കോൺക്രീറ്റ് വാളാണ്. വാളിൻ്റെ പണികൾ അവിടെയും ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മേഘ കമ്പനിയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് കേട്ടോ. മേഘയുടെ റേസിൽ പണിക്കാരൊക്കെ കുറവാണ്. ആദ്യം നമ്മൾ ആ സൈഡിലുള്ള പോലെ കൂടുതൽ പണിക്കാരൊന്നുമില്ല. അവിടെയും ഇവിടെ കുറച്ച് പണിക്കാർ ഇങ്ങനെ ഓടും. പക്ഷെ പണി മേഘ വിചാരിച്ചാൽ പെട്ടെന്ന് തീർക്കാൻ പറ്റും. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു കമ്പനി കൂടിയാണ് മേഘ എഞ്ചിനീയറിംഗ് കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പയ്യന്നൂർ ബൈപ്പാസൊക്കെ കഴിഞ്ഞ് ഓണക്കുന്ന് കരുവള്ളൂർ ഭാഗം വരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു ഭാഗം കഴിഞ്ഞിക്കാന്നുണ്ടെങ്കിൽ, ഈ ഒരു ചുടല ഭാഗം കഴിഞ്ഞിക്കാന്നുണ്ടെങ്കിൽ പിന്നെ ദേശീയപാതയുടെ പണികൾ, അതായത് ആ ഒരു DBM ചെയ്യുന്ന BMBC ആ ഒരു കോലത്തിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ചുടല ഭാഗത്തൊക്കെ നല്ല ഡേഞ്ചറുള്ള പണിയാണ്. അതായത് ചുടല കുപ്പം പാലം കഴിഞ്ഞതിന് ശേഷമുള്ള ആ ഒരു വയഡക്റ്റ്, 2 കുന്നുകൾക്കിടയിലുള്ള പട്ടുവം റോഡ്, അങ്ങനത്തെ ആ ഒരു സ്ഥലത്തൊക്കെ നല്ല ബുദ്ധിമുട്ടുള്ളൊരു ഭാഗമാണ്. ഏതായാലും ഈ ഒരു ഭാഗമൊക്കെ 2028 അല്ലെങ്കിൽ 2030 ആകുമ്പോഴത്തേനൊക്കെ പണി തീരുമോ എന്ന് കാത്തിരുന്ന് കാണണം. കാരണം അടുത്ത മഴക്കാലത്തിന് മുമ്പ് അവിടുത്തെ വാളിൻ്റെ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ട് ഇനിയുണ്ടാകും. ആ പ്രദേശത്തെ ആളുകൾ ഇനിയും ഇതേ രീതിയിലുള്ള ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വരും. അപ്പോൾ വയഡക്റ്റിൻ്റെ വളഞ്ഞു പോകുന്നൊരു വയഡക്റ്റാണ്. ഈ ഒരു പ്രദേശത്ത് കൂടെ ഈ ഒരു ദേശീയപാതയ്ക്ക് വരുന്നതിന് മുമ്പ് സഞ്ചരിച്ച ആളുകൾക്ക് അറിയാൻ പറ്റും. ഈ ഒരു ഭാഗം, അതേപോലെ കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂർ, ചട്ടഞ്ചാല് ആ ഭാഗത്തൊക്കെ ഒരു ചുരത്തുമ്മക്കൂടെ സഞ്ചരിക്കുന്ന പോലെയാണ്. ഒരു കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോണ പോലെയാണ് ആ ഒരു അന്നത്തെ ഒരു ഫീല്. പിന്നെ ഈ ഒരു ഭാഗം നമ്മളെ ഈ ഒരു ചുടല കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് ദൂരത്തിൽ ഒരു സൈഡിൽ BC ചെയ്യുന്ന പണികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. റോഡ് മാർക്കിംഗ് പല സ്ഥലത്തും കണ്ടിന്യൂ ആയിട്ട് നടന്നിട്ടില്ല. ഇവിടെ ഒരു സൈഡിൽ വൃക്ഷം സ്ലാബും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ദൂരത്തിൽ ഏകദേശം ഒരു 3 കിലോമീറ്ററോളം പരിയാരം വരെ റോഡിൻ്റെ പണി കഴിഞ്ഞ് ഇതിലൂടെയാണ് നമ്മളിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന ഭാഗത്തു കൂടെയാണ് വാഹനങ്ങൾ ചീറിപ്പാഞ്ഞ് പോകുന്നത്. കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ സർവീസ് റോഡിലൂടെയും ഈ ഒരു പകുതി തുറന്നു കൊടുത്ത ഭാഗത്തു കൂടെയും പോകുന്നുണ്ട്. അപ്പോൾ കണ്ടിന്യൂ ആയിട്ട് നല്ല തുടർച്ചയായിട്ട് നമുക്കൊരു 3-4 കിലോമീറ്ററോളം സുഖമായിട്ട് ഈ ഒരു ഹൈവേയിലൂടെ പോകാൻ പറ്റുന്നുണ്ട്. ഒരുപാട് പ്രവാസികളായിട്ടുള്ള ആളുകളും അല്ലാത്ത ആൾക്കാരൊക്കെ നമുക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട്, എന്താണ് അവസ്ഥ, കാസർഗോഡ് മുതൽ എറണാകുളം വരെ നമുക്ക് വാഹനം ഓടിച്ച് പോകാൻ പറ്റുമോ എന്നുള്ളത്. സുഹൃത്തുക്കളെ, മലപ്പുറം ജില്ലയിലെ ആ ഒരു ഭാഗത്ത് കൂടെ കൂരാട് ബ്ലോക്ക് വെച്ചാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല സുഖമായിട്ട് മലപ്പുറം ജില്ലയിലൂടെ വാഹനം ഓടിച്ച് പോകാൻ പറ്റും. അതേപോലെ കോഴിക്കോട് ബൈപ്പാസ് വെങ്ങളം ആ ഒരു 28 കിലോമീറ്റർ നല്ല സുഖമായിട്ട് പോകാൻ പറ്റും. പക്ഷേ കൊയിലാണ്ടി ഇപ്പോൾ പുതിയ ആ ഒരു 6 വരിയിലൂടെ ഇങ്ങനെ വണ്ടികൾ പോകുന്നുണ്ട്, ആൾക്കാർ ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ നമ്മളത് പ്രോത്സാഹിപ്പിക്കുന്നില്ല. സൈൻ ബോർഡോ കാര്യങ്ങളൊന്നും അവിടെ ഇല്ല കേട്ടോ. വടകര ഭാഗം വൻ ശോകമാണ്. അത് കഴിഞ്ഞിക്കാന്നുണ്ടെങ്കിൽ കണ്ണൂർ ടൗണിലുള്ള ബ്ലോക്ക്, കണ്ണൂർ ബൈപ്പാസിൻ്റെ പണികൾ തീരാൻ ഇനിയും 1 വർഷത്തിലേറെ കാത്തിരിക്കേണ്ടി വരും. കണ്ണൂർ ടൗണിലുള്ള ബ്ലോക്കും വടകര വാഗടിൻ്റെ റീച്ചിലുള്ള ഗതാഗതത്തിനുള്ള ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് സഹിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ കണ്ണൂർ കഴിഞ്ഞ് പാപ്പനശ്ശേരി അങ്ങോട്ട് കഴിഞ്ഞിക്കാന്നുണ്ടെങ്കിൽ ഇതേപോലെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കാസർഗോഡ് കാഞ്ഞങ്ങാട് ആ ഒരു സംസ്ഥാന പാതയിലൂടെ വന്നിട്ട് കാസർഗോഡ് കണ്ടെത്തല്ലോ. അപ്പോൾ അതുവരെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പോകാൻ പറ്റും. പാപ്പനശ്ശേരി മുതൽ നമ്മളെ ഈ ഒരു, അതായത് തളിപ്പറമ്പ് നിലവിലുള്ള ഹൈവേയിലൂടെയാണ് പോകുന്നത്. അവിടെ കുറച്ച് ബ്ലോക്ക് ഉണ്ടാകും ആ ഒരു അങ്ങാടിൻ്റെ. പാപ്പനശ്ശേരി മുതൽ കുറ്റിക്കോല് ഭാഗം വരെ സർവീസ് റോഡിലൂടെയാണ് യാത്ര. പക്ഷെ അതിൽ ഗതാഗത കുരുക്കോ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല, തിരക്കില്ലാത്തൊരു സ്ഥലമാണ്. പാപ്പനശ്ശേരി മുതൽ കുറ്റിക്കോല് വരെ സർവീസ് റോഡിലൂടെ അങ്ങനെ പോകാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മളെ ഈ ഒരു തളിപ്പറമ്പാണ് കഴിഞ്ഞ് ചുടല കഴിഞ്ഞാൽ പിന്നെ ഇതേപോലെ നല്ല സുഖമായിട്ട് അങ്ങനെ പോകട്ടോ. കാരണം ഈ ഒരു ഭാഗം അങ്ങനെ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത റോഡാണ്.
കണ്ണൂരിൽ നിന്ന് കാസർഗോഡ് മംഗലാപുരം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ വളപട്ടണം കഴിഞ്ഞതിന് ശേഷം അവിടെ ട്രാഫിക് ഡൈവേഷൻ ഉണ്ടല്ലോ, അപ്പോൾ അതിലൂടെ അങ്ങനെ ആ ഒരു പഴയങ്ങാടി വഴി ഇങ്ങനെ ആ ഒരു സംസ്ഥാന പാതയിലൂടെ എങ്ങനെ പോകും. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പീലാത്തറ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു ഹൈവേയിലോട്ട് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് കാര്യമായിട്ടുള്ള തിരക്കുണ്ടാവില്ല. പക്ഷേ കുറ്റിക്കോല് മുതൽ നമ്മളെ ഈ ഒരു ചുടല വരെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങനെ പോകാം, ആ ഫ്ലോയിലങ്ങനെ പോകും. അപ്പോൾ കണ്ണൂരിൻ്റെ ഈ ഒരു വടക്ക് ഭാഗത്ത്, അതായത് കണ്ണൂർ ജില്ലയുടെ ഈ ഒരു വടക്ക് കാസർഗോഡിനോട് ചേർന്നിട്ടുള്ള ഈ ഒരു പയ്യന്നൂർ ഭാഗത്തൊക്കെ ഇങ്ങനെ ഇത്ര ഉഷാറായിട്ട് പണികൾ നടന്നിട്ടുണ്ട്. റോഡ് മാർക്കിങ്ങും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല എന്നുള്ളൂ. ഇത് സമരം ചെയ്ത് നേടിയെടുത്ത ഓവർപാസ് ആണ്. ഈ പ്രദേശത്തെ ആളുകൾക്ക് ഒരു അഭിനന്ദനം രേഖപ്പെടുത്തുന്നു. ഏതായാലും സമരം ചെയ്ത് ഒരുപാട് പ്രദേശത്ത് അടിപ്പാതകളും ഓവർപാസുകളൊക്കെ അനുവദിച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കോൺക്രീറ്റ് വാളാണ്. ഈ ഒരു സ്ഥലം ഏതാ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ആ 2 വരി റോഡിലൊന്ന് 2 സൈഡിലും ഒരു റബ്ബർ തോട്ടം ഉണ്ടെന്ന് തോന്നുന്നു. അല്ല, അടിപൊളി തണലുള്ളൊരു സ്ഥലമാണ്. പരിയാരം മെഡിക്കൽ കോളേജിനോട് ചേർന്നിട്ടൊരു ഭാഗമാണ്. ഇതാണ് പരിയാരത്തേക്ക് നല്ല മാറ്റം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 8 മാസത്തിലേറായി ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ട്. ഇതിലൂടെ പോയിക്കണമെന്ന് വെച്ചാൽ നമ്മൾ കാസർഗോഡേക്ക് അതിനുശേഷം 2 പ്രാവശ്യം പോയിട്ടുണ്ട്. പക്ഷേ ഒക്കെ ബൈ ട്രെയിനായിരുന്നു. ഏതായാലും ഈ ഒരു ഭാഗത്തെത്തിയപ്പോൾ നല്ല മാറ്റമുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റി. എന്നും കാണുന്ന ആൾക്കാർ ഒരു മാസം കഴിഞ്ഞിട്ട് കാണുമ്പോൾ നല്ല മാറ്റമുള്ളതായിട്ട് തോന്നുമല്ലോ, അതേപോലെ തന്നെ നമ്മൾ കുറേ കാലത്തിന് ശേഷം ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ അങ്ങനെ തോന്നിയതല്ല കേട്ടോ, മാറ്റം ഉണ്ടായിട്ടുണ്ട് ബാക്കിയുള്ള സ്ഥലത്തേക്ക്. അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്ത തളിപ്പറമ്പ് ബൈപ്പാസിൻ്റെ ആ പട്ടുവം ഭാഗത്തൊക്കെ അതേപോലെയാണ്. പട്ടുവം ഭാഗം മണ്ണിടിച്ചിലുണ്ടായത് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ആ ഒരു സമയത്തുള്ള അതേപോലത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ ഇവിടെ കുറച്ച് കാര്യമായിട്ട് പണികളൊക്കെ നടന്നിട്ടുണ്ട്. ഇവിടെ ഒരു ട്രക്ക് പാർക്കിംഗ് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ട്രക്ക് പാർക്കിംഗ് ആണോ പാർക്കിംഗ് ആണോ എന്താണെന്ന് അറിയില്ല. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഇവിടെ സർവീസ് റോഡിൻ്റെ പണികൾ തീരുമാനമായിട്ടില്ല. ആ ഒരു സൈഡിൽ വലിയൊരു സർവീസ് റോഡ്, അതായത് സർവീസ് റോഡ് നല്ല രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്കൊന്നുകൂടെ എൻട്രി പോയിന്റ് ആവാനാണ് ചാൻസ്. അതുകൊണ്ട് ഇവിടെ പാർക്കിംഗ് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പാർക്കിംഗ് ഇവിടെ ഈ മേഘൻ്റെ ആൾക്കാരായിട്ട് നമുക്ക് അത്ര കോൺടാക്റ്റോ കാര്യങ്ങളൊന്നുമില്ല. അവരോട് ചോദിച്ച് മനസ്സിലാക്കാൻ ഈ സൈറ്റിൽ അങ്ങനത്തെ ആൾക്കാരെ കാണുന്നില്ല. മറ്റുള്ള റീച്ചിലൊക്കെ പണി നടക്കുമ്പോൾ കുറച്ചെങ്കിലും ആൾക്കാരുണ്ടാകും. ഏതായാലും നല്ല സ്പേസ് ഉണ്ട് ഈ ഒരു ഭാഗത്ത്. പാർക്കിംഗ് സ്പേസ് അല്ലെങ്കിൽ ബ്രേക്ക് സ്പോട്ട് കൊടുത്തുകയെന്നുണ്ടെങ്കിൽ അടിപൊളിയാകും. ഇവിടെയൊക്കെ നമ്മൾ ഈ ഒരു 6 വരിയുടെ കോലം ആക്കി എടുത്തിട്ടുണ്ട്. 6 പാനൽ വെച്ച് മണ്ണിട്ട് ഉയർത്തുന്ന പണികളൊക്കെ കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. നോക്കിയാൽ നിങ്ങൾ ഒരുപാട് ദൂരത്തിൽ 6 വരിയുടെ കോലം ആക്കി എടുത്തിട്ടുണ്ട്. പക്ഷേ 2026 പകുതിയോട് കൂടിയിട്ടൊന്നും തുറന്നു കൊടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഒരു ഭാഗം മാത്രം തുറന്ന ഭാഗത്ത് കൂടെ വാഹനം ഓടിച്ച് പോകാം. പൂർണ്ണമായിട്ടും ഒരു റീച്ച് ദേശീയപാത അതോറിറ്റിക്ക് കൈമാറുന്ന കോലത്തിലൊന്നും ഈ ഒരു ഭാഗം ആയിത്തീരില്ല 2026 അവസാനത്തോട് കൂടിയിട്ടും. പരിയാരം മെഡിക്കൽ കോളേജിന് മുമ്പിലുള്ള ഫ്ലൈ ഓവറാണ്. ഫ്ലൈ ഓവറിൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് ഉഷാറാക്കി എടുക്കാനുണ്ട്. അത്യാവശ്യം ഈ ഒരു ഹോസ്പിറ്റലിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ എപ്പോഴും വണ്ടി ഇതിൽ പാർക്ക് ചെയ്യും. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ മംഗലാപുരം ഭാഗത്തേക്ക് പോകുമ്പോൾ, കാസർഗോഡ് ഭാഗത്തേക്ക് പോകുമ്പോൾ സർവീസ് റോഡിലൂടെയാണ് യാത്ര. കണ്ണൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ കുറച്ച് ഒരു പകുതി ഭാഗം ഹൈവേ തുറന്നു കൊടുത്ത് അതിലൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ ബുദ്ധിമുട്ടില്ലാതെ പോകാം. അതായത് ഇവിടെ സർവീസ് റോഡ് ഓക്കെയാണ്. ഗതാഗതക്കുരുക്ക് അധികം ഇല്ലാത്തൊരു സ്ഥലമാണ് ഈ ഒരു പരിയാരം ഭാഗം കേട്ടോ. അതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് പോകാം. പിന്നെ അധിക ഭാഗവും പണി കഴിഞ്ഞ ഭാഗങ്ങളൊക്കെ ഈ ഒരു DBM കഴിഞ്ഞ ഭാഗവും അതേപോലെ BC കഴിഞ്ഞ ഭാഗങ്ങളൊക്കെ ഈ തുറന്നു കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ പോകുന്നത് പോലെ സുഖമായിട്ട് അങ്ങനെ പോകാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു രീതിയിൽ ആ ഒരു പാപ്പനശ്ശേരി വഴി അങ്ങനെ വന്നിട്ട് ആ ഒരു തളിപ്പറമ്പ് ഭാഗത്തെ കുറച്ച് ബ്ലോക്കേ ഉണ്ടാവുകയുള്ളൂ. പിന്നെ സർവീസ് റോഡിൻ്റെ ആ ഒരു അതൊക്കെ കഴിഞ്ഞിക്കാന്നുണ്ടെങ്കിൽ അല്ല സുഖമായിട്ട് ഇങ്ങനെ ഹൈവേയിലൂടെ പോകാൻ പറ്റും. കേരളത്തിലെ ദേശീയപാതയുടെ നിർമ്മാണത്തിൽ 9 ജില്ലയിലും പല തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഇവിടെ മണ്ണ് കിട്ടാത്ത പ്രശ്നമൊന്നുമില്ല. പക്ഷെ അവിടെ നിർമ്മാണം നടത്താൻ ബുദ്ധിമുട്ടുള്ളൊരു ഭാഗമാണ്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പിലാത്തറ ഭാഗത്തേക്കാട്ടോ. പിലാത്തറയിൽ കണ്ട ഇങ്ങനെ ആയിട്ടുണ്ട്. പിലാത്തറയിലൊക്കെ നല്ല മാറ്റമാണ്. ഈ ഒരു പരിയാരം കഴിഞ്ഞിക്കാന്നുണ്ടെങ്കിൽ പിന്നെ അത്യാവശ്യം തിരക്കുള്ള ഒരു സ്ഥലമാണ് പിലാത്തറ. പിലാത്തറയിലുള്ള ആൾക്കാരെ നിങ്ങൾ പുറത്താണെന്നുണ്ടെങ്കിൽ നിങ്ങളെ നാടുതാ ഇങ്ങനെ മാറിയിട്ടുണ്ട്. നമ്മൾ ഏതായാലും വീഡിയോ ചെയ്തിട്ട് കുറച്ച് ദിവസമായി, കുറച്ച് മാസങ്ങളായി. അതുകൊണ്ട് തന്നെ നല്ല മാറ്റം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെയൊക്കെ കണ്ടെങ്കിൽ അണ്ടർപാസിനോട് ചേർന്നിട്ടുള്ള 2 സൈഡിലും കൊന്നിട്ട് നമ്മൾ കുറേ മുമ്പ് വീഡിയോ ചെയ്തപ്പോൾ മണ്ണിട്ട് ഉയർത്തുന്ന പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയും ഇതിൻ്റെ ആ ഒരു പിലാത്തറ എത്തുന്നത് വരെ നമ്മൾ ആ റോഡ് മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ, അവിടെയൊക്കെ പണികൾ കഴിഞ്ഞിട്ട് ഈ ഒരു പിലാത്തറ ടൗണിൽ പണികൾ തീരെ നടന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ ആ ഒരു അണ്ടർപാസിനോട് ചേർന്നുള്ള ഇപ്പുറത്ത് ഈ ഇവിടെ CTB ആണ് ചെയ്യുന്നത്. CTSB അല്ല, CTB ആണ് ഇവർ ചെയ്യുന്നത്. സിമെൻറ്റ് ട്രീറ്റഡ് സബ്വേസ്. അതാണ് നമ്മളെ സാധാരണ മറ്റുള്ള റീച്ചിലൊക്കെ ചെയ്യാറ്. പക്ഷെ ഇവിടെ CTB ആണ് മേഘ കമ്പനി ചെയ്യുന്നത്. അതിനെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ കുറേ കാലം മുമ്പ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. ഇതാണ് ഞാൻ പറഞ്ഞ റോഡ്, പഴയങ്ങാടി ഭാഗത്തു കൂടെ വരുന്ന റോഡ്. നമ്മളെ വളപട്ടണം പാലം കഴിഞ്ഞതിന് ശേഷമുള്ള ആ ഒരു ഡൈവേഷൻ ഉണ്ടല്ലോ, അവിടെ നിന്ന് ഇങ്ങനെ ആ ഒരു സംസ്ഥാന പാതയിലൂടെ ഇങ്ങനെ വന്നുകയെന്നുണ്ടെങ്കിൽ ഇതൊക്കെയാണ് ഈ ഒരു ഭാഗം. പിലാത്തറ കഴിഞ്ഞതിന് ശേഷം നിലവിലുള്ള, അതായത് പുതിയ ഹൈവേയിലോട്ട് വന്ന് കയറാവുന്നതാണ്.
ഇവിടെ ഒരു ഫ്ലൈ ഓവർ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഫ്ലൈ ഓവറിനോട് ചേർന്നിട്ട് ഈ ഒരു ഭാഗത്തും CTSBയുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി DBM BC അതിനുശേഷം റോഡ് മാർക്കിങ് പരിപാടി കലാസ്. പിന്നെ ഉള്ളത് പറയാമല്ലോ, ഇതിലൂടെ സഞ്ചരിച്ച ആളുകൾക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാകും നമ്മളെ കോഴിക്കോട് ബൈപ്പാസിലൂടെയും അതേപോലെ മലപ്പുറം ജില്ലയിലെ 1ാമത്തെ റീച്ചും 2ാമത്തെ റീച്ചും കാസർഗോഡ് ജില്ലയിലെ 1ാമത്തെ റീച്ച് ഇതിലൂടെയൊക്കെ പണി കഴിഞ്ഞ ഭാഗത്ത് കൂടെ കാറിലും ഇരുചക്ര വാഹനത്തിലൊക്കെ സഞ്ചരിച്ച ആളുകൾക്ക് ആ ഒരു സ്മൂത്ത് ഫീൽ ചെയ്തിട്ടുണ്ടാകും. പക്ഷേ ഇവിടെ ഈ ഒരു ഭാഗത്ത് പണി കഴിഞ്ഞ ഭാഗത്ത്, അതായത് സെക്കൻഡ് ലെയർ ടാറിങ് കഴിഞ്ഞ ഭാഗത്തും ആ ഒരു സ്മൂത്ത് നമുക്ക് ഫീൽ ചെയ്യണില്ല. ചെറുതായിട്ടൊരു ചാട്ടം ഉള്ളതുപോലെ തോന്നുന്നുണ്ട്. നിനക്ക് മാത്രം തോന്നിയതാണോ, നിൻ്റെ കൂടെ സഞ്ചരിച്ച ആൾക്കും തോന്നിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കും ആ ഒരു തോന്നൽ വന്നിക്കാന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. കാരണം നമ്മളെ ഗതാഗത മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരി ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റോഡ് ഉണ്ടാക്കിയ കമ്പനീൻ്റെ കൂടെ കമ്പനീൻ്റെ മുതലാളിയോട് പറയാണ്, റോഡ് ഉണ്ടാക്കിയ കമ്പനീൻ്റെ മുതലാളിൻ്റെ കൂടെ ഒരു കാറിൽ സഞ്ചരിക്കും, ഒരു ഫ്ലാസ്കിൽ നിന്ന് ഗ്ലാസ്സിൽ വെള്ളം നിറച്ച് വെക്കും, എന്നിട്ട് 120 സ്പീഡിൽ പോകുമ്പോൾ ഗ്ലാസ്സിൽ നിന്ന് 160 സ്പീഡിൽ പോകും, ഗ്ലാസ്സിൽ നിന്ന് വെള്ളം ഇങ്ങനെ പുറത്തേക്ക് തെറിച്ചിക്കാന്നുണ്ടെങ്കിൽ അപ്പോൾ കാണിച്ചു തരാം. ഒരു തമാശ രൂപേണ ഒരു സ്റ്റേജിൽ നിന്ന് പറഞ്ഞതാണ്. പക്ഷെ ആ ഒരു ഇതിലൊക്കെ ഇവിടെയൊക്കെ ക്ലാസ് വെച്ചിക്കാന്നുണ്ടെങ്കിൽ ഒരു 5 കിലോമീറ്റർ പോകുമ്പോൾ ഗ്ലാസ്സിലെ വെള്ളം ഫുള്ള് പോയിട്ടുണ്ടാകും. അത് വേറെ വിഷയം. ആ ഒരു ക്വാളിറ്റി ഉണ്ടാവുന്ന, പക്ഷെ ആ ഒരു ക്വാളിറ്റിയിൽ റോഡ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് BM-BC നിലവാരത്തിലുള്ള റോഡ് നിർമ്മാണം. അത് മാത്രമല്ല, ഈ ഒരു സംഭവത്തിൽ ഇങ്ങനെ റോഡ് നിർമ്മിക്കുമ്പോൾ അതിന് വാലിഡിറ്റി, അതായത് കാലാവധി കുറച്ചും കൂടി കൂടുതൽ, അതിന് വേണ്ടിയിട്ടല്ല ഇത്രയും പൈസ മുടക്കിയിട്ട് കോടാനക്കോടി രൂപ മുടക്കിയിട്ട് ഇങ്ങനത്തെ റോഡ് ഉണ്ടാക്കുന്നത്. ഈ ഒരു മണ്ണിൽ നിന്ന് റോഡിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, അവസാന ലെയർ 40 മുതൽ 50 സെൻറ്റിമീറ്റർ വരെ ഉയരണ്ടാകും. ഇതാണ് ഞാൻ പറഞ്ഞ CTB. ഇവിടെ സിമെൻറ്റിൻ്റെ, നമ്മളെ വീട്ടിലൊക്കെ കോൺക്രീറ്റ്, വീട്ടിലല്ല സാധാ കോൺക്രീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള, ഇവിടെ കണ്ടങ്ങളെ കോൺക്രീറ്റ് ചെയ്ത പോലെയല്ല, സാധാ പേപ്പർ മെഷീൻ ഉപയോഗിച്ചിട്ടുള്ള കോൺക്രീറ്റ് അല്ല കേട്ടോ. ആ ഒരു റിഗൺ മെഷീൻ ഉണ്ടല്ലോ, ആ ഒരു ഇതിൽ നിന്ന് വരുന്ന കോൺക്രീറ്റ് ആണ്. പക്ഷേ ആ ഒരു ചില സ്ഥലത്തൊക്കെ ആ ഒരു കോൺക്രീറ്റ് ചെയ്തൊരു ഫീലായിരിക്കും. അങ്ങനെ നമ്മൾ പയ്യന്നൂർ ബൈപ്പാസ് കാണാൻ പോവുകയാണ് സുഹൃത്തുക്കൾ. പയ്യന്നൂർ ബൈപ്പാസിലൊക്കെ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കുറച്ചല്ല വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുറേ കാലം, ഏകദേശം ഒരു വർഷത്തിനടുത്തായി നമ്മൾ ഈ ഒരു പയ്യന്നൂർ ബൈപ്പാസിൻ്റെയൊക്കെ വീഡിയോ ചെയ്തിട്ട് തുടക്ക ഭാഗത്ത് ഈ അണ്ടർപാസിനോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് നമ്മളിപ്പോൾ നേരത്തെ കണ്ട ഒരു CTSBയുടെ വീഡിയോ എടുക്കണ്ടില്ലേ, അത് ഈ ഒരു ഭാഗത്തെ വീഡിയോ ആണ്. അതിൻ്റെ അപ്പുറത്തേക്ക് അണ്ടർപാസിൻ്റെ അപ്പുറത്ത് RE പാനൽ വെച്ച് മണ്ണുട്ടി ഉയർത്തുന്ന പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇവിടെയൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്കൊക്കെ എത്തുമ്പോൾ കാണുന്നൊരു സംഭവം എന്താ വെച്ചാൽ, മറ്റുള്ള സ്ഥലത്ത് പെട്ടെന്ന് പണി തീർന്ന റീച്ചിലൊക്കെ പണിക്കാർ കൂടുതലായിരിക്കും. കാരണം മാൻ പവർ ആണെന്നുണ്ടെങ്കിൽ മാൻ പവർ, അല്ലാന്നുണ്ടെങ്കിൽ മെഷീനറീസ് ആണെങ്കിൽ മെഷീനറീസ് എല്ലാം കൂടുതലായിരിക്കും. പെട്ടെന്ന് പണി തീർക്കണം എന്നുള്ളൊരിതുണ്ടോ. പക്ഷെ ഇവിടെയൊക്കെ നമുക്ക് മാൻ പവറും ഇല്ല, മെഷീനും ഇല്ല. ഈ ഇതൊക്കെയാണ് ഒരാൾ പോലും, ഇതിലൊരു ടോറസ് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകണില്ല. എന്താണ് സംഭവം നിങ്ങൾക്ക് അറിയില്ല. ഏതായാലും പണികൾ പെട്ടെന്ന് തീർക്കണം എന്നുള്ള ചിന്താഗതി ഇല്ലാഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ 2030 അല്ലെങ്കിൽ 2028 ആ ഒരു സമയത്തൊക്കെ ഈ ഒരു ഭാഗത്തെ പണി കഴിഞ്ഞാൽ മതി എന്നുള്ള തോന്നൽ ആർക്കെങ്കിലും വന്നിക്കണമെന്ന് നിങ്ങൾക്കറിയില്ല. നല്ല അടിപൊളി സ്പോട്ടാട്ടോ. ഈ ഒരു പാലത്തിനോട് ചേർന്നിട്ട് മണ്ണുട്ടി ഉയർത്തുന്ന പണികൾ ഇതുവരെ തീർന്നിട്ടില്ല. ഇവിടെ ഇക്കോ ടൂറിസം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആരെങ്കിലും ഏറ്റെടുത്തുക്കണോ? ഒരു വർഷം മുമ്പ് വന്നന്ന് കരാറുകാരനെ കിട്ടണില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിന്നീനോ, അന്ന് കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും പാലം കഴിഞ്ഞതിന് ശേഷം മണ്ണുട്ടി ഉയർത്തുന്ന പണികൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് സർവീസ് റോഡ് ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ തളിപ്പറമ്പ് ബൈപ്പാസിൽ സർവീസ് റോഡ് ഇല്ലാത്ത ഭാഗം കണ്ടില്ല, അതേപോലെ ഈ ഒരു ഭാഗത്ത് ഏകദേശം 2 കിലോമീറ്ററിനടുത്ത് സർവീസ് റോഡ് ഇല്ലാതെയാണ് നമ്മുടെ ഈ ഒരു പയ്യന്നൂർ ബൈപ്പാസ് കടന്നു പോകുന്നത്. ഇവിടെയൊക്കെ നമ്മളെ കോൺക്രീറ്റ് വാളിന് പകരം മണ്ണ്, അങ്ങനെയാണ് പല സ്ഥലത്തും പാത നിർമ്മിക്കുന്നത്. കാരണം പാടം സൈഡല്ലേ, കോൺക്രീറ്റ് വാള് ഇതാക്കുമ്പോൾ അതിൻ്റെ അടുത്തുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളും, പിന്നെ സർവീസ് റോഡ് ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇവിടെയൊക്കെ ഈ ഒരു മണ്ണുട്ടി ഉയർത്തിയ ഭാഗത്ത് ചില സ്ഥലത്ത് DBM കഴിഞ്ഞിട്ടുണ്ട്, ചില സ്ഥലത്ത് CTBയുടെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ മീഡിയയിലുള്ള ആ ഡിവൈഡർ ഉണ്ട് ഞങ്ങൾ നല്ല വീതിയിൽ, അതായത് നമ്മളെ തളിപ്പറമ്പ് ബൈപ്പാസിൽ കണ്ട ആ ഒരു വീതിയിലാണ് ഡിവൈഡർ നിർമ്മിക്കുന്നത്. ഡ്രോൺ കുറച്ച് ഹൈറ്റിലാണ് പൊക്കിയിട്ടുള്ളത്. നമുക്ക് ഒരൊറ്റ ഷോട്ടിൽ, അതായത് ഒരു സ്ഥലത്ത് നിന്ന് ഡ്രോൺ പറത്തിയിട്ട് ഒരു ബൈപ്പാസ് മൊത്തമായിട്ടും കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് ആ പണി കഴിഞ്ഞ അണ്ടർപാസിൻ്റെ മുകളിൽ നിന്നപ്പോൾ ഒരൊറ്റ ആംഗിൾ നമുക്ക് പൂർണ്ണമായിട്ടും കവർ ചെയ്യാൻ പറ്റി. ആദ്യമൊക്കെ ഞാൻ വന്നപ്പോൾ 3 പാർട്ടായിട്ടായിരുന്നു ഈ ഒരു പയ്യന്നൂർ ബൈപ്പാസിലൊക്കെ വീഡിയോ ചെയ്തിരുന്നത്. കാരണം ഈ ഒരു സിഗ്നൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ റേഞ്ച് കട്ടാകും. പക്ഷെ ഇന്ന് ഞാൻ കുറച്ച് ഉയരത്തിൽ പൊക്കിയിട്ട് ആ ഒരൊറ്റ സ്പോട്ടിൽ നിന്ന്, കാരണം കറക്റ്റ് ആ ഒരു സ്പോട്ടിൽ ആ അണ്ടർപാസിൻ്റെ കറക്റ്റ് മുകളിൽ നിന്ന് ഇങ്ങനെ പിന്നെ ഇങ്ങോട്ടല്ലേ പോകുള്ളൂ, കുറച്ച് ഹൈറ്റിൽ പൊക്കിക്കാന്നുണ്ടെങ്കിൽ ഒരേ ഒരു ഷോട്ടിൽ ഫുള്ളായിട്ട് കിട്ടും. ആ ഒരു ഫുള്ളായിട്ടുള്ള ഷോട്ട് ഇന്ന് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഈ ഒരു ഭാഗം ചെയ്തിട്ട് കുറേ ആയല്ലോ.
ഇനി ഇങ്ങോട്ടൊക്കെ വരുന്നതിൽ കുറേ സമയം. അപ്പോൾ ഏതായാലും വീഡിയോയ്ക്ക് ലെങ്ത്ത് കൂടിയാലും വേണ്ടിയില്ല, ഇന്ന് ഫുള്ളായിട്ട് ഈ ഒരു ഭാഗത്തെ പണികളെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ചതുപ്പ് നിറഞ്ഞ പ്രദേശത്ത് കൂടെയാണ് ഈ ഒരു പയ്യന്നൂർ ബൈപ്പാസ് കടന്നു പോകുന്നത് കേട്ടോ. ഇവിടെയൊക്കെ ഇനിയും പണികൾ ബാക്കിയുണ്ട്, കുറേ ഫ്രിക്ഷൻ സ്ലാബ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഏതായാലും സുഹൃത്തുക്കളെ, ന്യൂ ഇയർ കണ്ണൂരായിരുന്നു. ആ ന്യൂ ഇയറിൻ്റെ തിരക്കിൽ, അതായത് 31-ന് രാത്രി ആ കണ്ണൂർ ബ്ലോക്കിൽ നിന്ന് വണ്ടിൻ്റെ ക്ലച്ച് കേബിൾ പൊട്ടി. എങ്ങനെ ഉണ്ടാവും ന്യൂ ഇയർ? അടിപൊളിയല്ലേ? വല്ലാത്ത ജാതി. കണ്ണൂർ ടൗണിൽ അത്രയും ബ്ലോക്കിൽ നിന്ന് ബൈക്കിൻ്റെ ക്ലച്ച് കേബിൾ പൊട്ടിയുള്ള അവസ്ഥകൾ ആലോചിച്ചൊക്കെയാണ്. വല്ലാത്ത സംഭവം. ഏതായാലും ആ റിസ്ക് ഒക്കെ സഹിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങളൊക്കെ എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ന്യൂ ഇയർ കഴിഞ്ഞിട്ട് 2 ദിവസമായി. എന്നാലും ന്യൂ ഇയറിൻ്റെ അന്ന് നടന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. ന്യൂ ഇയറിൻ്റെ അന്നല്ല, ന്യൂ ഇയറിൻ്റെ ആ രാത്രി ഇവിടെ ഒരു അണ്ടർപാസ് ഉണ്ട് കേട്ടോ. ഈ അണ്ടർപാസ്, ഈ റോഡ് എങ്ങോട്ടാന്ന് മനസ്സിലായി എനിക്ക്? ബംഗളൂരു, കർണാടകത്തിലേക്ക് പോകുന്നൊരു റോഡാണ്. ഈ കർണാടക അതിർത്തി വരെ പോകണുള്ളൂ കേട്ടോ. കർണാടക ആണ്, പിന്നെ വനമേഖലയാണ്. കർണാടക സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നല്ലൊരു സഹകരണം ഉണ്ട് എന്നുണ്ടെങ്കിൽ ബംഗളൂരുവിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഈ ഒരു ദേശീയപാത 66 എളുപ്പത്തിൽ എത്തിപ്പെടാൻ പറ്റിയിട്ടുള്ള റൂട്ടായിരിക്കും ഇത്. ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തുന്ന പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നിന്നാണ് നിലവിലുള്ള ഹൈവേയിലോട്ട് ജോയിൻ ചെയ്യുന്നത് കേട്ടോ. പക്ഷേ ഇവിടെ തുടക്ക ഭാഗത്ത് ഒരു അണ്ടർപാസ് നമ്മൾ കണ്ടു. പക്ഷേ ഇവിടെ അണ്ടർപാസ് നഹി ഹേ. അത് ശ്രദ്ധിച്ചാൽ നമ്മൾ തളിപ്പറമ്പ് ബൈപ്പാസിൽ കുപ്പം പാലം കഴിഞ്ഞതിന് ശേഷം ആ ബൈപ്പാസ് അങ്ങനെ ഡൈവേർട്ട് ചെയ്ത് പോകണ്ടല്ലോ, അവിടെ ഒരു അണ്ടർപാസ് ഉണ്ട്. പക്ഷെ കുറ്റിക്കോല് ഭാഗത്ത് അണ്ടർപാസ് നഹി ഹേ. അപ്പോൾ വെള്ളൂർ ഭാഗത്ത് നിന്ന് എക്സിറ്റ് ആയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ അവിടുന്ന് എക്സിറ്റ് ആയിട്ട് സർവീസ് റോഡിലൂടെ ഇങ്ങനെ വന്ന് നമ്മൾ ആ കണ്ട ബാംഗ്ലൂർ കർണാടകത്തിലേക്ക് പോകുന്ന റോഡ് എന്ന് പറഞ്ഞല്ലോ, സർവീസ് റോഡിലൂടെ പോയി അതിലൂടെ യൂ ടേൺ എടുത്തിട്ട് പിന്നെ പയ്യന്നൂർ ടൗണിലേക്കും അങ്ങനെ പോകേണ്ടി വരും. അങ്ങനെ തന്നെയാണ് കണക്ക്. യെസ്, വെള്ളൂരോ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു അണ്ടർപാസ് എത്തിന് മുമ്പുള്ള എക്സിറ്റിൽ നിന്ന് എക്സിറ്റ് ആയിട്ട് അങ്ങനെ പോവുക. ഓക്കെ, പരിപാടി ഉഷാറായി. ഈ വെള്ളൂർ ഭാഗമൊക്കെ ഏകദേശം പണികൾ കഴിഞ്ഞാൽ കേട്ടോ. കുറേ കാലം മുമ്പ്, ഏകദേശം 1 വർഷത്തിനോട് അടുത്തായി ഇവിടെ റോഡ് മാർക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട്. പിന്നെ ആ ഒരു വെള്ളൂർ ഭാഗം കഴിഞ്ഞതിന് ശേഷം ഒരു പാലമുണ്ടല്ലോ, ഒരു പഴയ ഒരു 2 വരി പാലുണ്ട്. ആ ഒരു പാലത്തിനടുത്ത കുറച്ച് പണികൾ കൂടി ബാക്കിയുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞിക്കാന്നുണ്ടെങ്കിൽ ഓണക്കുന്ന് കരിവള്ളൂർ ഭാഗമൊക്കെ സെറ്റാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഇത് കഴിഞ്ഞതിന് ശേഷം ഓണക്കുന്ന് ഭാഗത്തേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഫുട്പാത്തിൻ്റെ പണികളൊക്കെ തുടങ്ങാൻ വേണ്ടി പോകുന്നുണ്ട്. സർവീസ് റോഡ് നല്ല വീതിണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ. ഇതാണ് ഓണക്കുന്ന് ഭാഗം. ഇവിടെ റോഡ് മാർക്കിങ് 2 ഭാഗം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. കുറേ കാലമായി കഴിഞ്ഞിട്ട് കേട്ടോ. സ്റ്റഡ് വെക്കുന്ന പണികൾ കഴിഞ്ഞിട്ടില്ല. അതേപോലെ ലൈറ്റ് വെക്കുന്ന പണികൾ കുറേ ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, വീഡിയോയിൽ ഞാൻ പറയാൻ മറന്നിട്ടുണ്ട്. ലൈറ്റ് വെക്കുന്ന പണികളൊക്കെ ഇവിടെ തൃശ്ശൂർ ജില്ലയിൽ നടന്നതിനേക്കാളേറെ കൂടുതൽ ഈ ഒരു ഭാഗത്ത് നടന്നിട്ടുണ്ട്. ഈ റോഡ് മാർക്കിംഗ് ഇങ്ങനെ കട്ട് ചെയ്ത് കണ്ടിന്യൂ ആയിട്ട് ചെയ്യാതെ, എനിക്ക് തോന്നുന്നു ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞങ്ങൾ ഇതാ ഇത്ര പണികൾ കഴിച്ചിട്ടുണ്ട്, ഞങ്ങളിതാ റോഡ് മാർക്കിംഗ് കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്ത് തുടർച്ചയായിട്ടുള്ളൊരു റോഡ് മാർക്കിംഗ് ഈ ഭാഗത്തൊന്നും കാണാത്ത എൻ്റെ ഒരു സംശയമാണ്. കാരണം നമ്മൾ ആ ഒരു ഭാഗത്ത് മലപ്പുറം ജില്ലയിലെ 1ാമത്തെ റീച്ചിലും 2ാമത്തെ റീച്ചിലൊക്കെ ആ റോഡ് മാർക്കിംഗ് പറഞ്ഞാൽ റോഡ് മാർക്കിങ്ങിൻ്റെ പണിയായിരുന്നു 1 മാസം. അതിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് അവർക്ക് അതന്നെ പണി. അത് ഇങ്ങനെ പണി കഴിഞ്ഞതിന് ശേഷം ഫുള്ളായിട്ട് ആ ഒരു പണി. അങ്ങനെ ഒന്നും ഇവിടെ ഇല്ല. അതന്നെ എനിക്കൊന്ന് തൃശ്ശൂർ ജില്ലയിലും അങ്ങനെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ, മേലുന്ന ആൾക്കാരെങ്കിലും വരുമ്പോൾ ഈ ഒരു റീച്ചിലൂടെ ഇത്രയും പണികളായിട്ടുണ്ട്, ഇത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തെല്ലാം വക പരിപാടികളാണ്. ഏതായാലും പരിപാടി ഇവിടെ വരെ എത്തിയിട്ടുള്ളൂ. റോഡ് മാർക്കിംഗ് അവിടെ നിന്ന് കഴിഞ്ഞു. ഇനി അടുത്തങ്ങാടി കാലിക്കടവ് എത്തുന്നതിന് മുമ്പ് ഒരു പാലുണ്ട്. ആ ഒരു ചെറിയൊരു MNBന്റെ ആ ഒരു ഭാഗത്ത് കുറച്ചും കൂടി പണിയുണ്ട്. അതുകൂടി കഴിഞ്ഞിക്കാന്നുണ്ടെങ്കിൽ പിന്നെ കാലിക്കടവ് അങ്ങോട്ട് മുട്ടിട്ടോ. കാലിക്കടവ് എത്തിക്കാന്നുണ്ടെങ്കിൽ പിന്നെ കാസർഗോഡ് ജില്ല ആരംഭിച്ചു. ചെറുവത്തൂര്, നീലേശ്വരം അങ്ങനെ പോകും. ഇപ്പം ഇത് കരിവള്ളൂരാട്ടോ. ഇപ്പം നമ്മളിപ്പോൾ ഈ ഡ്രോൺ ഉള്ളത്, ഈ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ കരിവള്ളൂർ ഭാഗത്തെ കാഴ്ചകളാണ്. ഇത് ഓണക്കുന്ന്. ഏതായാലും സുഹൃത്തുക്കളെ, വീഡിയോ ഞാൻ ഇവിടെ വരെയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടോ നിങ്ങൾക്ക് അറിയില്ല. ഇഷ്ടപ്പെട്ടാൽ എന്താക്കുക, ലൈക്ക് അടിച്ചാണ് പീക്കോളി. പിന്നെ കണ്ണൂർ ജില്ലയിലെ ഈ ഒരു മാറ്റം അറിയാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തൊക്കെ ഉണ്ട്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോക്ക് പിന്നിലും അതിൻ്റേതായിട്ടുള്ള റിസ്കുകളുണ്ട്. അപ്പോൾ ഏതായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ജയ്